ബയോ സാവർട്ട്സ് ലോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബയോ സാവർട്ട്സ് ലോ എന്ന് പറയുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ വെരി ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ലോ ആണ്. അപ്പോൾ ആദ്യം എന്താ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് നോക്കാം. അതിനോടനുബന്ധിച്ച് എന്താണ് ബയോ സാവർട്ട്സ് ലോൻ്റെ അപ്ലിക്കേഷൻ എന്നുള്ളതും നമുക്കിനി ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നോക്കി വരാം. ഓക്കെ, അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് നിങ്ങൾ ഈ കാണുന്നുണ്ട് ബാർ മാഗ്നറ്റ്. നമുക്കറിയാം മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ്, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അവിടെ മെയിനായിട്ട്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കണം, കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് കറണ്ട് ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, ടൈമിനനുസരിച്ചിട്ട് വേരി ചെയ്യാൻ പാടില്ല. അങ്ങനെ പോകുന്ന കറണ്ടിന് ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാകുന്ന ഓയിസ്റ്റേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാറ്റിക് ആവുന്ന ഒരവസ്ഥ. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ മെയിൻ ആയിട്ടുള്ളതാണ് മാഗ്നറ്റിക് ഫോഴ്സ്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് നമുക്കറിയുന്നത് ബാർ മാഗ്നറ്റുകളാണ്. നമ്മൾ എപ്പോഴും ലാബുകളിലായാലും ഏത് എക്സ്പെരിമെൻറ്റ്സ് എടുക്കുന്ന സമയത്തും നമ്മൾ ഓരോ ബാർ മാഗ്നറ്റ് എടുക്കുന്നു. ആ ബാർ മാഗ്നറ്റാണ് ഏറ്റവും വലിയ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോഴ്സ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് തരുന്നത് ബാർ മാഗ്നറ്റുകളാണ്. അതാണ് നമുക്കറിയുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ അവിടെ വരണമെങ്കിൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഒരു നീഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റോ, അതായത് മാഗ്നറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരണമെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന രണ്ടുപേരെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അട്രാക്ട് ചെയ്യും, ഇല്ലേ? അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണോപോൾ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് എത്തുമ്പോൾ മോണോപോൾ എക്സിസ്റ്റ് ചെയ്യില്ല പറയും. കാരണം എക്സാമ്പിളായിട്ട് തന്നെ പറയാം, ഈ ബാറിനെ നമ്മളൊന്ന് കട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, നോർത്ത് പോൾ സൗത്ത് പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എവിടെ കട്ട് ചെയ്യുന്നു അതിൻ്റെ അടുത്ത പോളാരിറ്റി ഇപ്പുറത്ത്, നോർത്തിൻ്റെ നെക്സ്റ്റ് എന്താ വരിക, സൗത്ത് അല്ലേ? ആ ഭാഗത്ത് അപ്പം തന്നെ അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് പോളാരിറ്റി കയറി വരും. അതായത് അവിടെ ഒരു മോണോപോൾ ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് അവിടെ നോർത്ത് മോണോപോൾ എന്ന് പറയുന്നത് എന്താണ്, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മോണോപോൾ ഇല്ലാത്തൊരു ഭാഗമാണ് എന്ത്, മാഗ്നറ്റോസ്റ്റാറ്റിക്സ്. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പിന്നെ നമ്മൾക്ക് അറിയാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ബാർ മാഗ്നറ്റ്, അതായത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരുന്ന പോലെ തന്നെ ഒരു ബാർ മാഗ്നറ്റിൽ നിന്ന് ഒരുപാട് ഫീൽഡുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോഴ്സ് ഒക്കെ കണ്ടുപിടിച്ചത്. ഇതല്ലാതെ തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റിൽ കണ്ടുപിടിച്ചത് ആരാണ്, ഒരു കറണ്ട് ക്യാരിയിങ് വയർ. കറണ്ട് ക്യാരിയിങ് വയറിലും കൂടി എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ കറണ്ട് ക്യാരിയിങ് വയറിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, അത് കറണ്ട് ത്രൂ ഔട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ആ കറണ്ട് യൂണിഫോം ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, ടൈമിനനുസരിച്ച് വേരി ഒന്നും ചെയ്യുന്നില്ല. ആ യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന കറണ്ടിന് ചുറ്റും എന്തുണ്ട്, ഒരു സെയിം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു മാഗ്നറ്റിക് ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ എടുക്കാതെ. അതായത് ഒന്ന് ബാർ മാഗ്നറ്റിന് എടുക്കും, പിന്നെ ഒന്ന് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കും. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് തന്നെ പറയണം. അതാണ് മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ രണ്ട് സോഴ്സുകൾ നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ അതെന്നാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താണ് ഈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കറണ്ടിൻ്റെയും ഡയറക്ഷൻസ് നമുക്ക് കാണിക്കണം. ഓരോ ഫിഗേഴ്സോ അല്ലെങ്കിൽ ഓരോ സിസ്റ്റംസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിയിങ് വയർ തന്നെയാണ്, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, കറണ്ട് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു തമ്പ് റൂളോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് റൂളോ അല്ലെങ്കിൽ ഒരു പാം റൂളോ എന്തെങ്കിലും ഒരു റൂൾ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഐഡൻറ്റിഫിക്കേഷൻ വളരെ ഈസി ആയിരിക്കും. അങ്ങനെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു കറണ്ട് ക്യാരിയിങ്ങിലെ കറണ്ട് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡ് വെക്കുന്നു, തമ്പ് എന്താണ്, കറണ്ടാണ്, ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ് ആണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഫിഗേഴ്സിൽ കാണിച്ച പോലെ തന്നെ ഇതാണ് എൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ്. എങ്ങോട്ടാണോ കേൾ ചെയ്യുന്നത് ആ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. അതാണ് പറഞ്ഞത്, കറണ്ടും മുകളിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ആ കറണ്ടിൻ്റെ ഇഫക്റ്റ് കൊണ്ട് എന്തുണ്ടാകുന്നു, ഫീൽഡുകൾ ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ അതിന് ചുറ്റും എന്ത് ഫീൽഡ് ഉണ്ടാകുന്നത്, ആ ഫീൽഡാണ് വരച്ചിരിക്കുന്നത്. അതെപ്പോഴും ഒരു സർക്കുലാർ ആയിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്റ്റാറ്റിക് ആണെങ്കിൽ അതെന്തായിരിക്കും, ഇങ്ങനെ ഒരു ഫീൽഡ് ഇത് കൂടെ പോകുന്നുണ്ടെങ്കിൽ അത് സർക്കുലാർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഒരു സർക്കുലാർ റിങ് ആയ പോലെയാണ് അത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഈ ചിത്രത്തിൽ. അപ്പോൾ നമുക്ക് എന്താ, കോയിൽ കൂടെ പോകുമ്പോൾ ആ റിങ് എന്തായിരിക്കും, എങ്ങടാണോ കേൾ ചെയ്യുന്നത് ആ കേൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് കറങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സർക്കുലാർ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ മിക്കതും പ്രോബ്ലംസിലായാലും ഏത് അപ്രോച്ചിലായാലും ഒരു സിസ്റ്റം എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയിൽ ഒരു ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇൻ ടു ദി പ്ലെയിൻ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അല്ലെങ്കിൽ പാരലൽ ടു ദി പ്ലെയിൻ, അങ്ങനെ പ്ലെയിനിനോട് പാരലൽ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എന്നാ പറയാം. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ അതിനെ നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ് യൂസ് ചെയ്യുക. ഒന്ന് ഡോട്ടായിട്ടും ഒന്ന് ക്രോസ് ആയിട്ടും. ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ടു ദി, അതായത് ഒരു പേജിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് ഇൻ ടു ദി പ്ലെയിൻ ആയിരിക്കും. ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദി പ്ലെയിൻ, പുറത്തേക്കായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായത്. അതായത് തമ്പ് എടുക്കുന്നു,
കേൾ ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉള്ളിലേക്ക് ഇപ്പം ഇതാണ് എൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് വിചാരിക്കുക. ഇത് വരുന്നു, തമ്പ് ഇങ്ങനെയാണ് കേൾ ചെയ്യുന്ന സമയത്ത് ഇതെന്താ ഉള്ളിലേക്ക് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇൻടു ഔട്ട്, അതായത് പുറത്തേക്കാണ് വരുന്നെങ്കിൽ ഔട്ട്, ഉള്ളിലേക്കാണ് പോകുന്നെങ്കിൽ ഇൻടു. അപ്പോൾ ഫസ്റ്റ് മുകളിലേക്കാണെങ്കിൽ ഇൻടു, ഇനി തിരിച്ചാണെങ്കിലോ കണ്ടോ ഔട്ട്, പുറത്തു നിന്നാണ് വരുന്നത് ഔട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇൻ ടു ദി പ്ലെയിൻ ഔട്ട് ഓഫ് ദി പ്ലെയിൻ എന്നുള്ളത് ഏത് നൊട്ടേഷൻ ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. ഈ 3 പ്രോസസ്സുകളാണ് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യേണ്ട 3 പ്രോസസ്സുകൾ. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. മാഗ്നറ്റിക് ഫോഴ്സുകൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന രണ്ടേ രണ്ട് വസ്തുക്കളല്ല, എന്നാലും നമുക്ക് ഫെമിലിയർ ഉള്ള ഒരാളാണത്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറും ഒരു മാഗ്നറ്റും, അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ്, അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്, ബാർ മാഗ്നറ്റും ആണെന്നുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ അപ്ലിക്കേഷൻ ലെവലിലേക്ക് ഇറങ്ങാം. ബയോ-സാവർട്ട്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ പറയുന്നത്. ബയോ-സാവർട്ട്സ് ലോ എന്ന് പറഞ്ഞാൽ 2 സയൻറ്റിസ്റ്റുകളാണ് ഇത്, ബയോയും സാവർട്ട്സും കൂടിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഇതുപോലെ തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കാം. ഇതാണ് എൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ യൂണിറ്റ് ഏരിയയിലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഏരിയ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ലെങ്ത്തിലും, ഏരിയ എന്ന് പറയുന്നില്ല, ഓരോ യൂണിറ്റ് ലെങ്ത്തിലും ഈ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വസ്തുവിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. എന്ത് മാഗ്നറ്റിക് ഫീൽഡ്? യൂണിഫോം ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇത് മൂവ് ചെയ്യുന്ന കറണ്ട് എന്താ ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബയോ-സാവർട്ട്സ് ലോ. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ഇഫക്റ്റ് മുഖാന്തരം, അല്ലെങ്കിൽ ആ കറണ്ട് മുഖാന്തരം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏതെങ്കിലും ഒരു പോയിന്റിനെ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടുപിടിക്കലാണ് ദൗത്യം. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണേ. അതായത് ഇതാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്, ഇത് ഒരു ചെറിയ ക്രോസ് സെക്ഷൻ എടുക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഉടനെ ബി എന്ന് എഴുതല്ല, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ചെറിയൊരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ആ ചെറിയ ക്രോസ് സെക്ഷനിലെ മാഗ്നറ്റിക് ഫീൽഡാണ് എന്ത്? dB ഡയറക്ട്ലി പ്രപ്പോർഷൻ IDL sin θ ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇതൊരു സ്ക്വയറിലും ആണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ് കറണ്ടിന്, യൂണിറ്റ് ലെങ്ത്തിന്, ആംഗിളിന്. ഓക്കെ, ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എവിടെയാണോ പോയിന്റ്, അതുപോലെ തന്നെ എവിടെയാണോ കറണ്ടിൻ്റെ ഡയറക്ഷൻ, അതിനിടയ്ക്കുള്ള ആംഗിളിന് ഡയറക്ട്ലി പ്രപ്പോർഷനും സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ്. സെയിം ഹാസ് കുളോംസ് ലോ. അപ്പോൾ നമ്മൾ എഴുതുന്നു. ഓക്കെ, അതിൽ dB = ഈ ഡയറക്ട്ലി പ്രപ്പോർഷൻ സൈൻ മാറ്റിയിട്ട് μ0 4π IDL sin θ R സ്ക്വയർ. ഇതാണ് എൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ dB = ഞാൻ ഇതിനെ വെക്ടറിൻ്റെ ഫോമിൽ എഴുതാണ്. dB = μ0 IDL ക്രോസ് R ക്യാപ്പ് ഡിവൈഡ് ബൈ 4π R സ്ക്വയർ. അതായത് ഇതെൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. ഈ DL sin θ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് ക്രോസ് പ്രൊഡക്റ്റ്, സൈൻ തീറ്റ എന്താണ്? ക്രോസിൽ ചെയ്തതാണ്. അപ്പോൾ DL R ക്യാപ്പ് R സ്ക്വയർ എന്ന് എഴുതി. ഇത്രയേ ഉള്ളൂ, സൈൻ തീറ്റ. അപ്പോൾ ആംഗിൾ എവിടെയാണ് നിങ്ങൾക്ക് വരേണ്ടതെന്ന് മനസ്സിലായി. DLനും R ക്യാപ്പിനും, അതായത് യൂണിറ്റ് ഏരിയയ്ക്ക്, യൂണിറ്റ് വെക്ടറിനും യൂണിറ്റ് ഏരിയയ്ക്കുള്ള ഈ ഭാഗത്താണ് എൻ്റെ ആംഗിൾ വരേണ്ടത്. ഇവിടെയും ഇവിടേക്കുള്ള ആംഗിളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ ഒരു സൈഡിലുള്ള ചെറിയ എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഓക്കെ, ഇതാണ് ബയോ-സാവർട്ട്സ് ലോ പറയുന്നത്. പക്ഷേ ഇത് ചെറിയൊരു ഏരിയയിലുള്ളതാണ്. നമുക്ക് ടോട്ടൽ ആ പോയിന്റിലേക്കുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ B = ഇൻ്റഗ്രൽ dB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫണ്ടമെൻ്റൽ ലോൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വരാറുള്ളത്. ആദ്യത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ കയ്യിലുള്ള ഇതാണ് എൻ്റെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്, കറണ്ട് ഇത് കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റിലാണ് എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്, dB കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു പോയിന്റിലാണ് എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണതെങ്കിൽ, അല്ലെങ്കിൽ B കണ്ടുപിടിക്കേണ്ടത്, ഡെൽറ്റ B അല്ലെങ്കിൽ B dB ഏതാണോ ചെറിയ പോയിന്റ് വെച്ചാൽ ചെറിയ പോയിന്റ് അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതിൻ്റെ ഒരു ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി ഒരു എൻഡിങ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ലെങ്ത് DL നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുന്നു. ഈ ഭാഗത്തു നിന്ന് ഒരു DL എടുക്കുന്നു. നേരത്തെ നമ്മൾ എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ചെറുതായിട്ട്, അത് ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അപ്പം അങ്ങനെ രണ്ടുപേരും എന്ത് ചെയ്ത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ഭാഗത്ത് R ഡയറക്ഷനാണ്, ഇവിടെയും R ഡയറക്ഷനാണ്.
അതായത് ഈ കറണ്ടിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഇസഡ്. അതായത് ഈ വയറിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള പോയിന്റാണ്, ഡയറക്ഷനാണ് ഇസഡ്. ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് എൽ എന്ന് പറയാം. ഇത് മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ എൽ, ലെങ്ത് എൽ ആയിട്ടുള്ള ഒരു കണ്ടക്ടറാണ്. പോയിന്റ് പി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും 6, അതായത് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ആണ്, സെഡ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് എന്ത്, കറണ്ടും ആ പോയിന്റും തമ്മിലുള്ളത്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ എന്തായാലും ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. ആ ആംഗിളിന് ഞാനിവിടെ θ2 എന്നും ഈ ആംഗിളിന് ഞാൻ θ1 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് രണ്ട് ആംഗിളുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഇതിനിടയ്ക്ക് ഒരു ആംഗിൾ വേണം, ഇതിനിടയ്ക്ക് ആംഗിൾ വേണം. നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ ഡി എല്ലിനും ആർ ക്യാപ്പിനും ഇടയ്ക്ക് ആംഗിൾ വേണമെന്ന് പറഞ്ഞു. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ആറിന് ഇടയ്ക്ക് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 4πz സൈൻ θ2 പ്ലസ് സൈൻ θ1. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ, അതായത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ ഒരു അടുത്തൊരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയർ ആണെന്ന് വിചാരിക്കുക. ഇൻഫിനിറ്റ്ലി ലോങ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഒരു ലൈനാണ്, പക്ഷെ അത് ഇൻഫിനിറ്റി ആയിരിക്കും. അതായത് അതിനൊരു ലെങ്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അതായത് എൻ്റെ പോയിന്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ സെഡ് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ, അതായത് ലെങ്ത് എന്ന് പറയുന്നത് വളരെ വളരെ വലുതായിരിക്കും മറ്റേ പോയിന്റിനെ അപേക്ഷിച്ച്. ആ ഇൻഫിനിറ്റിലി ലോങ് ആണ്. ആ സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റിലി ലോങ് ആകുന്ന സമയത്ത് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇൻഫിനിറ്റിലി ലോങ് ആയിട്ടുള്ള ഒരു വയർ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. കാരണം നമുക്ക് ആ പോയിന്റ് 90 ഡിഗ്രിയിലേക്ക് പോകും. അതായത് ആ ലെങ്ത് കൂടി വരില്ലേ. സോ എൻ്റെ ഇക്വേഷൻ എന്തായി, ഈ ഇതിലേക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ 90 ഇട്ട് കൊടുത്താൽ സൈൻ 90 എന്താ, 1 ആണ്. 1 + 1 2. ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എന്തായി, ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2πz. കണ്ടോ? ഇതാണ് അതർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെമി ഫൈനൈറ്റ്. എന്താണ് സെമി ഫൈനൈറ്റ് ആകുമ്പോൾ, അതായത് ഒരു പോയിന്റിനെ മാത്രം സ്പെസിഫൈ ചെയ്തിട്ട്, അതായത് ഒരു പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. സെമി ഫൈനൈറ്റ് പകുതി മാത്രം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ ഒരു ആംഗിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ മാത്രമേ ആംഗിൾ ഉണ്ടാവുള്ളൂ. ഒരു ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ ഭാഗത്തെ ആംഗിൾ 0 ആയിരിക്കും. ഒരു ഭാഗത്ത് മാത്രമേ ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം, ഒരെണ്ണത്തിൽ സൈൻ 90യും. അപ്പോൾ എന്താ, ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 4πz സൈൻ θ2 പ്ലസ് സൈൻ θ1 അല്ലേ. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ആംഗിൾ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ μ0 I ഡിവൈഡ് ബൈ 4πz, മറ്റേ 0 അല്ലേ, സൈൻ 0 പ്ലസ് സൈൻ 90, അല്ലെങ്കിൽ സൈൻ 90 പ്ലസ് സൈൻ 0. അപ്പോൾ എന്തായാലും 1 ആ വരിക. അപ്പോഴും എന്താ ഇക്വേഷൻ, μ0 I ഡിവൈഡ് ബൈ 4πz. കണ്ടോ? അപ്പോൾ ഓരോ ആംഗിളുകൾ സ്പെസിഫൈ ചെയ്തിട്ട് വേണം. അപ്പോൾ 45 ആണെങ്കിൽ 45 എന്താണ് ആ ആംഗിൾ വരുന്നത്. ഇപ്പോൾ 90 ആണെങ്കിൽ ചിലപ്പോൾ നടുകൂടിയാണ് ഒരു വര വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 45 വെച്ചിട്ട് ചെയ്യാം. പല രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഒരു ലൂപ്പ് തന്നിട്ട് അതിനെ പല രീതിയിലും ആ ലൂപ്പിനെ നമ്മളൊരു കണ്ടക്ടറായിട്ട് കണക്കാക്കുന്നു. ആ കണ്ടക്ടറിനെ പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നു, വളയ്ക്കുക. അതായത് പല ലൂപ്പുകളാക്കി മാറ്റും. ആ ലൂപ്പുകളാക്കി മാറ്റുമ്പോൾ എന്താണ് അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ചോദിക്കും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ബേസിക് ഇക്വേഷൻ എന്താണ്, ഇതാണ്. ഇതിൽ നിന്ന് പിന്നെ ആംഗിളുകൾ വെച്ചിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ തറായിട്ടിരിക്കണം. അടുത്തൊരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലാർ കോയിൽ. ഒരു സർക്കുലാർ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എഫക്റ്റ് എന്തായിരിക്കുന്നു. ഒരു സർക്കുലാർ കോയിൽ എന്ന് പറയുമ്പോൾ എന്താ, ഇതാണ് എൻ്റെ ഒരു സർക്കുലാർ കോയിൽ. പോയിന്റ് പി ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഡിസ്റ്റൻസ് 6. പി എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്റ്റൻസ് 6 ആയിട്ട്. ഇങ്ങനെയുള്ള ഒരു സർക്കുലാർ കോയിലിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് എന്താണ്, അതായത് ഇത് കൂടെ കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ മക്കളെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഈ കോയിലിൻ്റെ മുകളിൽ കൂടെ കറണ്ട് പോകുന്നത്. അപ്പോൾ അതിന് എഫക്റ്റ് ചെയ്ത് അപ്പോൾ വെക്കുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുകൊണ്ടേയിരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബി ഈസ് ഈക്വൽ ടു μ0 I r² ഡിവൈഡ് ബൈ 2r² പ്ലസ് z² ഓൾ റേസ് ടു 3/2. വൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ആണ്. ബി ഈസ് ഈക്വൽ ടു μ0 I r² ഡിവൈഡ് ബൈ 2r² z² 3/2. ഇതിപ്പോൾ ഡെറിവേഷൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ 6 റേഡിയസ് ആണ്, Z എന്ന് പറഞ്ഞാൽ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതിപ്പോൾ ഒരു റിംഗ് അല്ലേ ഉള്ളൂ. ഇതുപോലെ കുറച്ചും കൂടി റിങ്ങുകളുണ്ട്. n ടൈംസ് റിങ്ങുകൾ ഉണ്ടെങ്കിൽ
നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു μ0 NIR സ്ക്വയർ ഡിവൈഡ് ബൈ 2R സ്ക്വയർ Z സ്ക്വയർ ഓൾ റേസ് ടു 3/2. കണ്ടോ? ഓക്കെ, ഇതിപ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. അടുത്തൊരു അപ്ലിക്കേഷൻ ലെവൽ പറയാം, ഒരു നോട്ടാണ്, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അറ്റ് സെൻറ്ററിൽ എന്തായിരിക്കും? അറ്റ് സെൻറ്റർ, ഇതിൻ്റെ സെൻറ്ററിലാണ് കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഇത്രയും ഡിസ്റ്റൻസ് ഒന്നുമില്ല, അപ്പോൾ സെൻറ്ററിലാണ് എനിക്ക് കണ്ടുപിടിക്കുക, അതായത് ഇവിടെ ഈ ഒരു ഭാഗത്താണ് എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് ഇത് പോയി കിട്ടും അല്ലേ. ഡിസ്റ്റൻസ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ വളരെ ചെറുതായിരിക്കും ആറിന് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ എൻ്റെ ഇക്വേഷൻ മാറും, എന്തായിരിക്കും? ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2R. ഇതാണ് 3 ഇക്വേഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ് ഇത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഓരോന്നിൻ്റെയും അപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ റിംഗ് ഓഫ് റേഡിയസ് R carries a linear charge density lambda. It is rotating with angular speed omega. The magnetic field at its center is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ റിംഗ് ഓഫ് റേഡിയസ് റേഡിയസ് 6 തന്നിട്ടുണ്ട്. നമുക്ക് ആ ചിത്രത്തോട് എഴുതാം. കാരീസ് എ ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇവിടെ ലൈൻ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് ആംഗുലർ സ്പീഡ് ഒമേഗ. ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒമേഗ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഇറ്റ്സ് സെൻറ്റർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ഈസ് ചോദിച്ചു. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാനൊരു ടിസ്റ്റ് പറയട്ടെ. ഇപ്പോൾ സപ്പോസ് ഈ ഓപ്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. എ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കൂ, 3 μ0 ലാംഡ ഒമേഗ ബൈ 2, μ0 ലാംഡ ഒമേഗ ബൈ 2, μ0 ലാംഡ ഒമേഗ ബൈ പൈ, μ0 ലാംഡ ഒമേഗ. ഇതാണ് ചോദ്യത്തിൽ ഓപ്ഷൻസ്. ഇതിലൊന്നും നമുക്കറിയാം എന്താ സെൻറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ, എന്താ μ0 I ഡിവൈഡ് ബൈ 2R. അല്ലെങ്കിൽ അതിൽ ബാക്കിയൊക്കെ ഓക്കെ, പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ലാംഡ ഉണ്ട്, ലാംഡയുടെ ഒരു പ്രസൻസ് കാണാണ്ട് ഒമേഗയുടെ ഒരു പ്രസൻസ് കാണാണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്ററിൻ്റെ ഇക്വേഷൻ എന്താ? ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2R. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ആറിനും എൻ്റെ ആറും ഇല്ല, അതുപോലെ എൻ്റെ ആറിനൊന്നും മാറ്റേണ്ടി വരും. എൻ്റെ ഐക്ക് പകരം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഐ അല്ല ഇവിടെ തന്നിരിക്കുന്നത്. ഐക്ക് പകരം ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ലൈൻ ചാർജുകളാണ് തന്നിരിക്കുന്നത്. ചാർജ് ഡെൻസിറ്റീസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് മാറ്റി ചെയ്യേണ്ടി വരും. ആ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അതാണ് ചോദ്യത്തിൽ ആകെയുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ലീനിയർ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് വരുന്നത്. അതെന്താണ്? ചാർജ് ബൈ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലേ. ലീനിയർ ചാർജ് ഡെൻസിറ്റി പറഞ്ഞാൽ ഒരു ലെങ്ത്തിൽ ഉണ്ടാകുന്ന, യൂണിറ്റ് ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചാർജ്, അതായത് ലാംഡ ഇസ് ഈക്വൽ ടു dq ബൈ dl. നമുക്കറിയാം dq ബൈ dl. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? I ഈക്വൽ ടു എന്താ? dq ബൈ dt ആണ്. അപ്പോൾ dqനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് മാറ്റി എഴുതാം. എങ്ങനെ? ഇവിടെ ഒരു ഒന്ന് മാറ്റി എഴുതണമെങ്കിൽ നമുക്ക് dqയിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ I ഈക്വൽ ടു എന്താ? dq ബൈ dt ആണ്. ഈ 2 ഇക്വേഷൻസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒന്ന് ഇതും ഒന്ന് ഇത്. ഇതിലേക്ക് ഒരു മാറ്റങ്ങൾ വരുത്താം നമുക്ക്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈക്വൽ ടു dq ബൈ dt അല്ല. അപ്പോൾ അതിനെ ലാംഡ dl ഡിവൈഡ് ബൈ dt എഴുതിക്കോടെ. ഇതിൽ നിന്ന് dqനെ ഞാൻ എന്ത് ചെയ്തു? ലാംഡ dl അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കണ്ടോ? അപ്പോൾ എനിക്ക് ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ അതിലും കാര്യം നടക്കില്ല. കാരണം എന്താ വെച്ചാൽ നടക്കുന്നത് ഒമേഗ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടറിൽ നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ലാംഡ dlനെ മാറ്റണം. അപ്പോൾ നമുക്കറിയാം എന്താ? dl ബൈ dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ I ഈക്വൽ ടു അപ്പോൾ എന്തായി? ലാംഡ v എന്നായി. dl ബൈ dt പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പോൾ വെലോസിറ്റി പൈ ഈക്വൽ ടു ലാംഡ v. ഈ വിനെ നമുക്ക് ഒമേഗയുടെ ടേമിലേക്ക് ആക്കാൻ നമുക്കറിയാം. ഒമേഗ ഈക്വൽ ടു എന്താ? v ബൈ r. അപ്പം എൻ്റെ ഇക്വേഷൻ എന്തായി? I ഈക്വൽ ടു ലാംഡ ഒമേഗ r. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ടേമിലേക്ക് നമുക്ക് ആളെന്നെ കിട്ടിക്കഴിഞ്ഞു. സോ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ മെല്ലെ എത്തി. എല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ മതി. എന്താ വരിക? ബി ഈക്വൽ ടു, സോ ഫൈനൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം നമുക്ക് ഇനി. ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 2R. അപ്പോൾ μ0 2R. ഐക്ക് എന്താ കിട്ടി? ലാംഡ ഒമേഗ r. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു μ0 ലാംഡ ഒമേഗ ഡിവൈഡ് ബൈ 6 ക്യാൻസൽ ചെയ്താൽ 2. ഇതാണ് എന്ത്? ഒരു കറണ്ട് കാര്യം കണ്ടക്ടറിലാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. കണ്ടോ?
നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ അതൊന്നും മാറ്റി ചെയ്തു എന്ന് മാത്രം. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ കണ്ടക്റ്റിംഗ് വയർ ഈസ് ദ ഷേപ്പ് ഓഫ് റെഗുലർ ഹെക്സഗൺ വിച്ച് ഈസ് ഇൻക്രെഡിബിൾ ഇൻസൈഡ് ആൻ ഇമാജിനറി സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആസ് ഷോൺ. എ കറണ്ട് ഐ ഫ്ലോ ത്രൂ ദ വയർ. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ്. ഓക്കെ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു വയറാണ് കേട്ടോ. ഓക്കെ, അതെങ്ങനത്തെയാണ്? ഒരു റെഗുലർ ഹെക്സഗൺ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 6 സൈഡുകളുണ്ട്. ഇങ്ങനെ 6 സൈഡുള്ള ഒരു റെഗുലർ ഹെക്സഗൺ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇമാജിനറി സർക്കിൾ പോലെ നമ്മൾ റേഡിയസ് 6 ഇട്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് കൂടെ പോകുന്ന കറണ്ട് ആയി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സെൻറ്ററിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചിത്രത്തിനെ വേണമെങ്കിൽ ഒരു രീതിയിലേക്കും കൂടി, ഇപ്പോൾ ഇതാണല്ലോ ഫിഗറും, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ പീസുകൾ നോക്കൂ, ഈക്വൽ ആയിട്ട് പീസാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ച പോലെ നമ്മൾ കറണ്ട് കാര്യം കണ്ടക്ടറിന് നമ്മൾ നേരത്തെ പഠിച്ചില്ല, ഒരു ആംഗിൾ വെച്ച് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു പീസായിട്ട് എടുക്കാം. അതായത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ നിന്നൊരു പീസ് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് വരയ്ക്കാം. എടുത്ത് വരയ്ക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഇതാണ് കറണ്ട് മൂവ് ചെയ്യുന്നത്. ഇതായിരുന്നു R, ഇതെൻ്റെ ഇസഡ്. ഞാനിതിനെ ഒരു പീസായിട്ട് എടുത്തു. ഓക്കെ, പീസായിട്ട് എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് കറണ്ട് മൂവ് ചെയ്യുന്നുണ്ട്? ഇവിടെ ആറാണ്, ഇത് ഇസഡ് ആയിട്ട് എടുത്തു ഞാൻ. ഓക്കെ, ഇതുപോലെ ഓരോരോ പീസുകളുണ്ട്. ഇതുപോലെ 6 പീസ് ഉണ്ട്. അല്ലേ, ഒരു പീസിനെ ഞാൻ എടുത്തിട്ടുള്ളൂ. പീസിനെടുത്തു. എന്തായാലും ഹെക്സഗൺ ആയതുകൊണ്ട് 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 30 ഡിഗ്രി ആയിരിക്കും, ഇത് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? അത് 30, ഇത് 30 ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? B = μ0I / 4πz sin θ1 + sin θ2. ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഇതിലേക്ക് θ1 ഉം θ2 എന്താണ്? 30 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ θ1 = θ2 = 30 ഡിഗ്രി. അപ്പോൾ എൻ്റെ B = μ0I / 4πz 2 sin 30. അതായത് 2 വട്ടം ഉള്ളത് കൊണ്ട് ഞാൻ 2 sin 30. രണ്ടും സെയിം ആയതുകൊണ്ട് 2 sin 30 എന്ന് എഴുതും. നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതിയാലും മതി, അല്ലെങ്കിൽ sin 30 sin 30. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ? sin 30 1/2 വരും അല്ലേ? അപ്പോൾ 1/2 വരുമ്പോൾ μ0I / 4πz sin 30 1/2. അപ്പോൾ 2 × 2 ക്യാൻസൽ ചെയ്താൽ ഇതുവരെ ആൻസർ. പക്ഷേ ഓപ്ഷനിൽ ഇതൊന്നല്ല കിടക്കുന്നത്. ഓപ്ഷനിൽ എന്താ വെച്ചാൽ R, Iൻ്റെ ഒക്കെ ടേമിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇതിനെ മാറ്റിയെടുക്കണം. ഇതിൽ Z മാറ്റണം നമുക്ക്. ഇനി Z എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ Z മാറ്റണമെങ്കിൽ Z എവിടെയാണ് കിടക്കുന്നത്? ഇവിടെയാണ് Z കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എടുക്കുന്ന സമയത്ത് cos 30 നോക്കണം. അപ്പോൾ Z = R cos 30 ഡിഗ്രി, അതായത് R√2π ആണല്ലോ. ഓക്കെ, cos 30 എന്ന് പറയുമ്പോൾ √3/2. അപ്പോൾ എൻ്റെ ഇക്വേഷനിലേക്ക് മാറ്റങ്ങൾ വന്നു. എന്താ? ഞാനിങ്ങനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Z = R. അപ്പോൾ എന്താ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. എന്താ? B = μ0I / 4π ഇൻറ്റു Z പകരം R3/2. എൻ്റെ ഇക്വേഷൻ μ0I / 2π. ക്യാൻസൽ ചെയ്യണ്ടോ? ഇദ്ദേഹത്തിന് 2i. അപ്പോൾ 2π R√3. ഇത് B1ൻ്റെ ഒരു പീസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇതുപോലെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പോൾ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പറയുമ്പോൾ B = 6 × μ0I / 2π R√3. അപ്പോൾ എന്തായി? ക്യാൻസൽ ചെയ്യേണ്ട? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതും ക്യാൻസൽ ചെയ്താൽ 3 വരും. അപ്പോൾ √3 വരും. μ0I / πr. വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതൊരു കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു മോഡൽ വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ വരുന്ന ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി നോക്കാം. ഒരു റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഓരോ പീസുകളാക്കുക. ആ പീസിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ച് ഇൻറ്റു ടോട്ടൽ എത്ര പീസുകളാണ് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ എത്ര കട്ടിങ്സ് ആണ് ഉള്ളത്, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത് കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് എ സ്റ്റഡി കറണ്ട് I ഈസ് പ്രൊപ്പോർഷണൽ ടു. നോക്കി നോക്കൂ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ ലോങ് സ്ട്രെയിറ്റ് വയർ ക്യാരിയിങ് എ സ്റ്റഡി കറണ്ട് I ഈസ് പ്രൊപ്പോർഷണൽ ടു. ഒരു ലോങ് സ്ട്രെയിറ്റ് വയറിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ? B = μ0I / 2πr അല്ലേ? ഒരു ലോങ് സ്ട്രെയിറ്റ് വയറാണ്. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ I ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/r. മാഗ്നറ്റിക് ഫീൽഡ് എന്താ? 1/rന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് ഒരു ടൈപ്പ് ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ ക്ലോസ്ഡ് ലൂപ്പ് ഓഫ് വയർ ഷോൺ ഇൻ ദി ഫിഗർ ക്യാരീസ് എ കറണ്ട് I ഇൻ ഡയറക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റഡ്.
ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു കറണ്ട് ക്യാരിയിങ് വയറാണ്, അതിനൊരു ലൂപ്പാക്കിയാണ് കണ്ടോ, ഒരു ലൂപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. ഇങ്ങനെ ലൂപ്പ് ആക്കിയിട്ടുള്ള കറണ്ട് ക്യാരിയിങ് വയറിൽ ഇതിൽ ദ ഡയറക്ഷൻ ഓഫ് ഇൻഡിക്കേറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പി ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദി പ്ലെയിൻ ആണോ ഔട്ട് ഓഫ് ദി പ്ലെയിൻ ആണോ എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. അപ്പോൾ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ലൂപ്പാക്കിയിട്ടാണ്, അതൊരു സർക്കിളിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പം അങ്ങനെ ആ ലൂപ്പ് ആക്കുമ്പോൾ തന്നെ സർക്കിൾ ആണെങ്കിൽ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഞാനിതിനെ 2 എന്ന് മാർക്ക് ചെയ്യാണ്, ഇതിനെ 1 എന്ന് മാർക്ക് ചെയ്യാണ്, ഇതിനെ 3 എന്ന് മാർക്ക് ചെയ്യാണ്, ഇതിനെ 4 എന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ 4 സെക്ഷൻസ് ആയിട്ട് ഞാനിതിനെ മാർക്ക് ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 4 സെക്ഷൻസ് ആക്കി. 4 സെക്ഷൻസ് ആക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗത്തിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാണ്. ഇത്രയും ഭാഗം ഒരു സർക്കിളിൻ്റെ ഒരു പീസാണിത് കേട്ടോ. ഇത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് അല്ലേ, ഇതാണ് എൻ്റെ പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ ഈ കറണ്ടും ഈ പോയിന്റും കറണ്ടും ഒരേ ഡയറക്ഷനാണ്. നോക്കൂ, ഈ പോയിന്റും ഈ കറണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ നമുക്കറിയാം എന്താ, ഡി ബി ഈസ് ഈക്വൽ ടു μ0 I ഡിവൈഡ് ബൈ 4π ഡി എൽ ക്രോസ് ആർ ക്യാപ്പ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതാണല്ലോ എൻ്റെ മാഗ്നറ്റിക് ബയോട്ട് സാവർട്ട്സ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ. അതിൽ ഡി എല്ലും ആർ ക്രോസും അത് 0യാ. കാരണം എന്താ വെച്ചാൽ ഈ പോയിന്റും ഈ ലൈനും ഒരേ സൈഡിൽ തന്നെയാണ് വരുന്നത്. അതായത് ഇത് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ 6 എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ പോയിന്റ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ഡി എൽ എലമെന്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ആർ ക്യാപ്പാണ്, ഇതാണ് എൻ്റെ പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ എൻ്റെ കറണ്ടും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങടും കറണ്ട് ഇങ്ങടല്ലേ മൂവ് ചെയ്യുന്നത്. കറണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് ഇങ്ങടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 180 ഡിഗ്രി പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഒരു പോയിന്റിൽ തന്നെ കറണ്ടും വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 0 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് 1ഉം മാഗ്നറ്റിക് ഫീൽഡ് 3ഉം, അതായത് 1ൻ്റെയും 3യുടെയും ഭാഗം 0 ആയി പോകും. അവിടെ രണ്ടിലും എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് കാണേണ്ട ആവശ്യമില്ല, 0 ആണ്. ബാക്കി ഇനി കാണേണ്ടത് 4നും 2ലാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സർക്കിൾ ആകുമ്പോൾ 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രി ആകുമ്പോൾ എന്താ, 360 ഡിഗ്രിയാണ് ടോട്ടൽ. അപ്പോൾ 1/6 ഭാഗമാണ് ഉണ്ടാവുക അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ B2 എന്ന് പറയുന്നത് എന്താണ്, 1/6 ഇൻറ്റു ഇനി മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലാർ ആകുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ വരിക, മാഗ്നറ്റിക് ഫീൽഡ് 60 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ μ0 I ഡിവൈഡ് ബൈ 2r1 അല്ലേ. അതുപോലെ തന്നെ അപ്പോൾ അതായത് μ0 I ഡിവൈഡ് ബൈ 2 12r1 കിട്ടും. അതുപോലെ അടുത്ത B4 നോക്കാം നമുക്ക്. B4 ഈക്വൽ ടു എന്താ വരിക, ഇതുപോലെ തന്നെ 1/6 ഭാഗമാണ് ഉണ്ടാവുക. അതിൻ്റെ 1/6 μ0 I ഡിവൈഡ് ബൈ 2r2. അതായത് ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇതിനെ r1 എന്നും ഇതിനെ ഞാൻ r2 എന്ന് ഇടുകയാണ്, ഇതിനെ r1ഉം r2 എന്ന് ഇടുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ചെറുതിനെ ഓർക്കുക, ഈ ചെറുതിനെ r1 എന്നും വലുതിനെ r2 റേഡിയസ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ രണ്ടിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡ്, B2ൻ്റെ മാഗ്നറ്റിക് ഫീൽഡും B4ൻ്റെ മാഗ്നറ്റിക് ഫീൽഡും സെയിം ആണ്. റേഡിയസ് മാത്രമേ നമ്മൾ മാറ്റം എഴുതിയിട്ടുള്ളൂ, r1ഉം r2. പക്ഷെ അത് മാഗ്നറ്റിക് ഫീൽഡ്, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് പോയിന്റ് പി ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയിലെ ഡയറക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുമ്പോൾ ഏത് വയറാണ് അടുത്ത് നിൽക്കുന്നതെന്ന് നോക്കുക. മാഗ്നറ്റിക് ഫീൽഡിന് ഏത് വയറാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, r1 എന്ന് പറഞ്ഞ വയറിൻ്റെ റേഡിയസ് ആണ് അടുത്ത്. എത്രമാത്രം അടുത്തുണ്ടോ അത്രമാത്രം ഫീൽഡ് ആയിരിക്കും ഉണ്ടാവുക. അകലും തോറും ആ ഫീൽഡ് കുറയും. ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഒരു പോയിന്റിലേക്ക് മാഗ്നറ്റിക് ഫീൽഡ് എത്രമാത്രം, ആ കറണ്ട് ക്യാരിയും ചെയ്യുന്ന കണ്ടക്ടർ എത്രമാത്രം അടുത്തുണ്ട് അത്രയും ഫീൽഡ് അവിടെ കൂടുതലായിരിക്കും മറ്റേതിനെ അപേക്ഷിച്ചിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ r1 ആണ് കൂടുതൽ, r1ലാണ് കൂടുതലായിട്ടും എന്തുണ്ടാവുക, ഫീൽഡിൻ്റെ പ്രസൻസ് ഉണ്ടാവുക r2നെ അപേക്ഷിച്ച്. അപ്പോൾ r1 എന്നുള്ളതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, തമ്പിനെ കൊടുക്കുന്ന സമയത്ത് r1 എന്താ ഉണ്ടാവുന്നത്, കറണ്ട് ഇങ്ങടെ പോയി. അപ്പോൾ തമ്പ് എങ്ങടെ പോവുക, തമ്പിനെ നോക്കുക. അപ്പോൾ r1 ഇങ്ങോട്ട് പോകും. അപ്പോൾ r1 ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ തമ്പ് ഇൻറ്റു ആണ് വരുന്നത്, ഇൻറ്റു അല്ലേ ഉള്ളിലേക്ക്. അപ്പോൾ ഡയറക്ഷൻ എങ്ങടെ വരിക, ഇൻറ്റു ദി പ്ലെയിൻ ആയിരിക്കും. എവിടെയാണ് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിലേക്ക് തമ്പ് കൊടുക്കാം. ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ആൻസർ എന്ത് വരും, ഇൻറ്റു ദി പ്ലെയിൻ. ഇനി ഇതിലൊരു ട്രിക്കി ഭാഗമുണ്ട്.
ട്രിക്കി ഭാഗം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു റെഗുലർ പോളിഗൺ ആണ് തരണേന്ന് വിചാരിക്കുക. ഒരു റെഗുലർ പോളിഗൺ തരികയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഒരു ട്രിക്കി പാർട്ട് കൂടെ കണ്ടുപിടിക്കാം. എങ്ങനെയാ വെച്ചാൽ, ബി ഈസ് ഈക്വൽ ടു μ0 ni ഡിവൈഡ് ബൈ പൈ എ സൈൻ പൈ ബൈ എൻ ടാൻ പൈ ബൈ എൻ. ഈ ഒരു റിലേഷൻ വെച്ച് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ പോളിഗൻ്റെ സൈഡുകൾ ഏതൊക്കെയാണോ എൻ വരുന്നത്, എൻ ഈക്വൽ ടു 1 2 3. ഇപ്പോൾ 6 ആണെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട പോലെ തന്നെ 6 ആണെങ്കിൽ 6 ഇടുക. അപ്പോൾ 5/6 അത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ ആൻസർ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ തന്നെ ഷോർട്ടായിട്ട് ഒരു ട്രിക്കി വേയിൽ നമുക്ക് ഏത്, ഇപ്പം നിങ്ങൾക്ക് ഒരു സ്ക്വയർ ആണ്, ഒരു എക്സാമ്പിൾ സ്ക്വയർ ചെയ്ത് നോക്കുക. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ നമ്മൾ എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ പീസുകൾ എടുത്ത് ചെയ്യണം, അതേ തുല്യമായിട്ട് തന്നെ വരും. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് ഒരു ട്രിക്കി പാർട്ട്. ഓക്കെ.